നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഭൂമി വർഷങ്ങൾ പിന്നിടുമ്പോൾ വാസയോഗ്യമല്ലാതായി മാറുമെന്നും ഇതേ തുടർന്ന് ഭൂമിയിൽ നിന്ന് മനുഷ്യർ അടക്കമുള്ള ജീവജാലങ്ങൾ ഇല്ലാതാവുമെന്ന് ശാസ്ത്രജ്ഞർ പറഞ്ഞിട്ടുണ്ട്. അന്തരീക്ഷ താപം വളരെ ഉയർന്നതുകൊണ്ട് ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും മരിച്ചു വീഴുമെന്നായിരുന്നു പ്രവചനം. എന്നാൽ ബൾഗേറിയൻ ജ്യോതിഷിയായ ബാബ വാങ്ക ഭൂമിയിലെ മനുഷ്യരുടെ വാസത്തെക്കുറിച്ചും അവരുടെ ആയുസിനെക്കുറിച്ചുമെല്ലാം പ്രവചിച്ചിരുന്നു. അവർ നടത്തിയ പ്രവചനങ്ങളിൽ ഏറ്റവും ഭയപ്പെടുത്തുന്ന പ്രവചനങ്ങളിൽ ഒന്നാണിത്. മനുഷ്യൻ ഭൂമിയിൽ നിന്ന് പൂർണ്ണമായും തുടച്ചു നീക്കപ്പെടുമെന്നാണ് ബാബ വാങ്കയുടെ ഏറ്റവും ഞെട്ടിക്കുന്ന പ്രവചനം. ഈ ഭൂമിയിൽ നിന്ന് ദിനോസറുകൾക്ക് എങ്ങനെ വംശനാശം സംഭവിച്ചോ അതുപോലെ മനുഷ്യവംശം ഇല്ലാതാകുമെന്നാണ് ബാബ വാങ്ക പ്രവചിച്ചിരിക്കുന്നത്. ഇത് ലോകാവസാനത്തിന് സമാനമായ കാര്യം കൂടിയാണ്. നേരത്തെ തന്നെ ഭൂമിയിൽ വലിയ പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുമെന്ന് ബാബ വാങ്ക തന്നെ പ്രവചിച്ചിട്ടുണ്ട്. അതുപോലെ സംഭവിക്കുകയും ചെയ്തിരുന്നു. ഭൂമിയിലെ താപനില മനുഷ്യന് താങ്ങാവുന്നതിലും അപ്പുറത്തേക്ക് കുതിക്കുമെന്നാണ് മുന്നറിയിപ്പ്. 40 ഡിഗ്രി മുതൽ 70 ഡിഗ്രി വരെ താപനില ഉയരും. അങ്ങനെയുള്ളപ്പോൾ വിയർപ്പ് പുറത്തേക്ക് പോകാനുള്ള അവസരം പോലും ഉണ്ടാവില്ല. വരൾച്ച അടക്കമുള്ളവ ഭൂമിയെ ബാധിക്കുമെന്ന് മുന്നറിയിപ്പുണ്ടായിരുന്നു. ബ്രിട്ടനിലും GCC രാജ്യങ്ങളുമെല്ലാം കടുത്ത മഴയാണ് അതുപോലെ ഉണ്ടായിരിക്കുന്നത്. ഇതേ തുടർന്ന് വലിയ നാശനഷ്ടങ്ങളും ഉണ്ടായിരുന്നു. അതെല്ലാം ബാബ വാങ്ക പ്രവചിച്ചതുപോലെയാണ് നടന്നത്. ബാബ വാങ്ക പറഞ്ഞതുപോലെ നടക്കാൻ സാധ്യതകൾ ഏറെയാണ്. കാരണം 6.5 കോടി വർഷങ്ങൾക്ക് മുമ്പാണ് ദിനോസറുകൾ ഭൂമിയിൽ നിന്ന് ഇല്ലാതായത്. അന്ന് വലിയൊരു ദുരന്തത്തെ തുടർന്നായിരുന്നു ഇത് സംഭവിച്ചത്. ഭൂമിയിൽ വലിയ ഉൽക്ക വന്ന് പതിച്ച് എല്ലാ ജീവജാലങ്ങളെയും ഇല്ലാതാക്കുകയായിരുന്നു. അതുപോലെ ഭൂമിയിൽ വലിയ ഉൽക്കകളും ചിഹ്നഗ്രഹങ്ങളും പതിക്കാനുള്ള സാധ്യതകളും ഏറെയാണ്. അങ്ങനെ സംഭവിച്ചാൽ ഭൂമിയിലെ ജീവജാലങ്ങൾക്കെല്ലാം അതിന്റെ ആഘാതത്താൽ അത് ഇല്ലാതായി മാറും. അതുപോലെ പ്രകൃതി ദുരന്തങ്ങളും കാലാവസ്ഥാ വ്യതിയാനങ്ങളും എല്ലാം കൂടുതലായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാബ വാങ്ക ഇത്തരം ദുരന്തങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് തന്നെന്നാണ് ചിലർ വിശ്വസിക്കുന്നത്. ലോകാവസാനവും അതുപോലെ ബാബ വാങ്ക നേരത്തെ പ്രവചിച്ചതാണ്. കഴിഞ്ഞ ദിവസം ബ്രിട്ടനിൽ അതിശക്തമായ ഇടിയും മിന്നലുമെല്ലാം ഉണ്ടായിരുന്നു. ഇത് മുമ്പ് ബാബ വാങ്ക പ്രവചിച്ചതായിരുന്നു. ഭാവിയെ മുന്നിൽ കാണാനും അവ പ്രവചിക്കാനുള്ള കഴിവാണ് ബാബ വാങ്കയെ വ്യത്യസ്തമാക്കുന്നത്. ഭൂമിയിലേക്ക് അജ്ഞാത ശക്തികൾ അഥവാ അനുഗ്രഹജികൾ എത്തുമെന്നും വാങ്ക പ്രവചിച്ചിരുന്നു. 1996 ബാബ വാങ്ക മരിക്കുന്നത്. അവർ മരിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവരുടെ പ്രവചനങ്ങൾ ലോകം ഇന്നും ഏറെ ചർച്ച ചെയ്യുന്നുണ്ട്. അമാനുഷികവും അതീന്ദ്രിയവുമായ കഴിവുകളായിരുന്നു ബാബ വാങ്കയ്ക്ക് ദശലക്ഷക്കണക്കിന് അനുയായികളെ നേടിക്കൊടുത്തത്. ബാർക്കിൻസിന്റെ നോസ്ട്രഡാമസ് എന്നാണ് ബാബ വാങ്ക അറിയപ്പെടുന്നത്. എല്ലാ വർഷവും അവസാനമാകുമ്പോൾ വരാനിരിക്കുന്ന വർഷത്തെക്കുറിച്ച് വാങ്ക നടത്തിയ പ്രവചനങ്ങൾ എന്ന പേരിൽ പ്രവചനങ്ങൾ എത്താറുണ്ട്. എന്നാൽ ആരാണ് ഇതിന് പിന്നിലെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വാങ്ക മരിച്ച് 25 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും അവരുടെ പ്രവചനങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വൈറലാകുന്നതാണ് മറ്റൊരു സത്യം. എന്നാൽ ഈ പ്രവചനങ്ങളെല്ലാം എവിടെ നിന്നെന്ന ചോദ്യത്തിന് അവരുടെ ജോലിക്കാരിലേക്കാണ് അനുയായികൾ വിരൽ ചൂണ്ടുന്നത്. വാങ്ക പലപ്പോഴായി പറഞ്ഞ കാര്യങ്ങൾ ജോലിക്കാർ എഴുതി സൂക്ഷിക്കുകയായിരുന്നു എന്നാണ് അനുയായികൾ പറയുന്നത്. 51-ാം നൂറ്റാണ്ട് വരെയുള്ള കാര്യങ്ങൾ വാങ്ക പ്രവചിച്ചിട്ടുണ്ടെന്നും അനുയായികൾ അവകാശപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.